കേരളത്തിലെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും ഉൾപ്പെടെയുള്ളവർ എന്തിനാണ് നമ്മുടെ കയ്യിൽ നിന്നും 50 രൂപ അല്ലെങ്കിൽ 100 രൂപ യൂസർ ഫീ ഇനത്തിൽ മേടിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ഇതിൽ നിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ ഇടാൻ പറ്റത്തില്ല. ഈ പണവും മേടിക്കണം, അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണം, ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണം. എന്ത് കൂട്ടുകൃഷി കച്ചവടം? ഇതിൽ നിന്ന് പിടിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന തുക എത്രയാണെന്ന് സർക്കാർ വ്യക്തമാക്കണം. മുനിസിപ്പാലിറ്റിക്ക് ഇതിൻ്റെ പേരിൽ കിട്ടിയേക്കുന്ന തുക എത്രയാണെന്നും കോർപ്പറേഷനിൽ കിട്ടിയ തുക എത്രയാണെന്നും പഞ്ചായത്തുകളിൽ കിട്ടുന്ന തുക എത്രയാണെന്നും പ്രതിവർഷം കിട്ടുന്ന തുകയുടെ കണക്ക് വ്യക്തമാക്കണം. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ദേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കവറ് കണ്ടോ? ലെയ്സാണ്, മറ്റൊന്നുമല്ല. അല്ലെങ്കിൽ ലെയ്സ് എന്നല്ല, ഏതൊരു ബ്രാൻഡ് നിങ്ങൾ നോക്കിക്കോ. ഈ കവറിൻ്റെ അടിയിൽ ദേ ഇതിങ്ങനെ ഒരു സാധനം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദേ ഈ സിമ്പിൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ദേ ആ വേസ്റ്റ് ബിന്നിൻ്റെ ഒപ്പത്തിനിട്ടേക്കണ ആ സിമ്പിൾ. ഈ സിമ്പിൾ നിങ്ങൾ ഏതൊരു പ്രൊഡക്ഷൻ എടുത്താലും FSSAI ലൈസൻസുള്ള രജിസ്റ്റേർഡ് കമ്പനികളിൽ നിർമ്മിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും അടിയിൽ ഇതിങ്ങനെ ഒരു സിമ്പിളും കണ്ടിട്ടുണ്ടാവും. ഇതെന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു സിമ്പിളില്ലാതെ ഈ ഒരു കമ്പനിയുടെ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി എന്നല്ല, കേരളത്തിലോ ഇന്ത്യയിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും ഈ ഒരു കവറിൽ ഈ ഒരു എംബ്ലം കാണും. ഈ എംബ്ലം എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ എംബ്ലം, ഈ കവറ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതിൽ നിന്നും ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇത്ര % ഇത് സംസ്കരിക്കുന്നതിൻ്റെ ചെലവിലേക്കായിട്ട് കൊടുക്കണം എന്നതാണ് ചട്ടം. ആ ചട്ടം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പൽ ഈ കവറുകളിൽ എല്ലാത്തിലും ഉണ്ടാവും അത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സംസ്കരിക്കുന്നതിൻ്റെ ചെലവുൾപ്പെടെ ആ കമ്പനി സർക്കാരിലേക്കും കേന്ദ്ര സർക്കാരിലേക്കും അടയ്ക്കുമ്പോൾ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും ഉൾപ്പെടെ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും ഉൾപ്പെടെയുള്ളവർ എന്തിനാണ് നമ്മുടെ കയ്യിൽ നിന്നും 50 രൂപ അല്ലെങ്കിൽ 100 രൂപ യൂസർ ഫീ ഇനത്തിൽ മേടിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. അപ്പോൾ ഈ കമ്പനികൾ കേരളത്തിലും ഇന്ത്യയിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിൽ നിന്നും ഉൾപ്പെടെ ആ കമ്പനികളിൽ നിന്നും മേടിക്കുന്ന അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നും കിട്ടുന്ന ആ തുക ആരെടുത്തു, ആര് ചെലവഴിച്ചു? ഇതിൽ നിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും തുക നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത് സംസ്കരിക്കുന്നതിൻ്റെ ചെലവിലകളിലേക്കായിട്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുന്നുണ്ട്. ആ വരുന്ന തുക എന്ത് ചെയ്തു? പിന്നെ ഞാൻ എന്തിനാണ് അഡീഷണലി ഞാനൊരു കാശ് കൊടുക്കുന്നത്? മുനിസിപ്പാലിറ്റികളിലായാലും പഞ്ചായത്തിലാണെങ്കിലും യൂസർ ഫീ ഇല്ലാതെ സർക്കാരിൻ്റെ ഒരു സേവനവും കിട്ടില്ല എന്ന് അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ കാശ്, ഇത് സംസ്കരിക്കുന്നതിൻ്റെ ചെലവിലേക്ക് വരുന്ന കാശ് ഓൾറെഡി മേടിച്ച പണം എവിടെ? ഈ പണവും മേടിക്കണം, അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണം, ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണം. എന്ത് കൂട്ടുകൃഷി കച്ചവടം? ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ജനങ്ങളെ മണ്ടന്മാരാക്കുമ്പോൾ ഒരു മയമൊക്കെ വേണ്ടേ? ഇങ്ങനെയും പറ്റിക്കാമെന്നോ? ഈ പറഞ്ഞ സാധനത്തിന് കുപ്പിവെള്ളത്തിനടക്കം എല്ലാത്തിനും ഈ സിമ്പലുണ്ടെങ്കിൽ ഇതിനെല്ലാം സംസ്കരിക്കുന്നതിൻ്റെ പണം ഓൾറെഡി സർക്കാരിന് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാനെന്തിനാണ് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ സംസ്കരിക്കുന്നതിൻ്റെ മാലിന്യ ചെലവ് ഞാൻ എന്തിനാണ് വഹിക്കണത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിന് എക്സ്പെൻസ് ഞങ്ങൾ മേടിക്കുന്നില്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കണം. അവിടെയും മേടിക്കും ഇവിടെയും മേടിക്കും, എന്നിട്ട് ജനങ്ങളെ പിന്നെയും കൊള്ളയടിക്കണം. എന്തിനാ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ കാര്യത്തിന് തീരുമാനം വേണം.
ഇത് നിങ്ങൾ കണക്ക് പറയൂ. ഇങ്ങനെ സംസ്കരിക്കുന്നതിന് കിട്ടിയ സർക്കാരിലേക്ക് കിട്ടിയ തുക എത്രയാണെന്ന് നിങ്ങൾ വ്യക്തമാക്കണം. അല്ലാതെ ഒന്നും വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യത്തിന് ഒരു കണക്കുണ്ട്, ഒരു എമൗണ്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലോ ഈ പറഞ്ഞ കമ്പനികളൊന്നും. അല്ലെങ്കിൽ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ രാത്രി കൊണ്ട് നിയമം ഉണ്ടാക്കിയതുമല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഈ നിയമം രാജ്യത്തുണ്ട്. ഈ നിയമങ്ങൾ അറിയാൻ പാടില്ലാത്ത മലയാളികളുമുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിലെ നിയമങ്ങൾ 2000-ന് മുകളിൽ നിയമങ്ങളുമുണ്ട്. ഈ നിയമങ്ങളിൽ എത്ര എണ്ണം മലയാളിക്ക് അറിയുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ സാധനത്തിന് കിട്ടിയ തുക എവിടെയാണ്, ആര് ചെലവഴിച്ചു? ഇങ്ങനെ ഒരു സാധനത്തിന് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് നടത്തുന്ന അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വരുന്ന കവറിൽ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. പിന്നെ ഞാനെന്തിനാ യൂസർ ഫീസ് അടക്കണം? എനിക്ക് അതിൻ്റെ ആവശ്യം തിരിക്കണം. നിങ്ങൾ പിന്നെ ആരെയാണ് പറ്റിക്കുന്നത്? മണ്ടന്മാരായ മലയാളിയായോ? വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് സ്വയം അഹങ്കരിച്ചു കിടക്കുന്ന മലയാളിയെ പറ്റിക്കാൻ എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം മറ്റേ അനന്തകൃഷ്ണൻ പറ്റിച്ചുകൊണ്ട് പോയത് കണ്ടില്ലേ? 1500 കോടി. ഏത്? അതിന് മുൻപ് തേക്ക് മാവ് മാഞ്ചിയം. ഇനിയും പറ്റിക്കാൻ സർക്കാരും തീരുമാനിച്ച ഞങ്ങളെന്ത് ചെയ്യും? ഒരു തരം ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഇതാണ് വാസ്തവം. ചൂഷണം അത് സർക്കാർ ചെയ്താലും ജനങ്ങൾ ചെയ്താലും മോഷണമായി കണക്ക് കൂട്ടണം. എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിന് ഇതിൽ നിന്ന് പിടിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന തുക എത്രയാണെന്ന് സർക്കാർ വ്യക്തമാക്കണം. മുനിസിപ്പാലിറ്റിക്ക് ഇതിൻ്റെ പേരിൽ കിട്ടിയേക്കുന്ന തുക എത്രയാണെന്നും കോർപ്പറേഷനിൽ കിട്ടിയ തുക എത്രയാണെന്നും പഞ്ചായത്തുകളിൽ കിട്ടുന്ന തുക എത്രയാണെന്നും പ്രതിവർഷം കിട്ടുന്ന തുകയുടെ കണക്ക് വ്യക്തമാക്കണം. ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് മാലിന്യത്തിൽ നിന്നാണ് എന്ന് കളമശ്ശേരി നഗരസഭ പേപ്പർ മുഖാന്തരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കിട്ടിയ തുകയും എത്ര കോടിയാണ് അല്ലെങ്കിൽ എത്ര ലക്ഷം കിട്ടി എന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.